നമ്മുടെ അയൽപ്പക്കത്തുള്ള ഒരു രോഗി പണമില്ലാത്തതിന്റെ പേരിൽ ആംബുലൻസ് വിളിക്കാൻ പറ്റിയില്ല, ക്യാഷ് ഇല്ലാത്തതിന്റെ പേരിൽ തുടർ ചികിത്സ നടത്താൻ പറ്റിയില്ല, അയാൾക്ക് രോഗം മൂർച്ഛിച്ചു, മരണപ്പെട്ടു. ആ ഒറ്റ കാരണം മതി നമ്മൾ ആഖിറത്തിൽ കുടുങ്ങാന്. അയാൾക്ക് അത്രമാത്രം രോഗമായത് ഞാൻ അറിയില്ലായിരുന്നു കേട്ടോ, ഞാനെന്തോ ചെറിയ അസുഖം എന്നാ വിചാരിച്ചിട്ടുള്ളൂ എന്ന് മരണശേഷം ഡയലോഗ് അടിച്ചിട്ടൊന്നും കാര്യമില്ല. അയൽവാസിക്ക് എന്തായി, എന്ത് രോഗമായി, അതിന്റെ പൾസ് നിനക്ക് അറിയാൻ പറ്റിയില്ലെങ്കിൽ നീ എന്താ അയൽവാസി എന്നാ ആ ന്യായാന്യായത്തിന് ഇബ്നു ഹജർ തങ്ങളുടെ മറുപടി അൽ ഇഫാദ ലിമാ ജാഅ ഫിൽ മർളി വൽ ഇയാദ എന്ന കിതാബിൽ കാണാം. കണ്ടോ? അങ്ങനെ ഒഴിഞ്ഞു മാറാനൊന്നും നമുക്ക് കഴിയില്ല. ചുറ്റുവട്ടത്തെ വേദനകൾ കേൾക്കാൻ കൂടിയാണ് അള്ളാഹു നമുക്ക് ചെവികൾ തന്നേക്കുന്നത്. ഫർള് നിസ്കരിക്കുന്ന ഒരാൾ സക്കാത്ത് കൊടുക്കാറില്ല, നിസ്കാരം എന്തായിരിക്കും അവസ്ഥ? അള്ളാഹുക്ക് വേണ്ട. കാരണം മനുഷ്യപ്പറ്റില്ലാത്തവന്റെ എന്ത് ജീവിതം, എന്തിനാ നിന്റെ ഇബാദത്ത് എനിക്ക്? ഷഹീദായ ഒരു മനുഷ്യരെ എല്ലാ ദോഷവും പൊറുക്കും, ഇല്ല ദൈൻ, കടം പൊറുക്കൂല. അതെന്തേ? മനുഷ്യന്മാരോടുള്ളതൊക്കെ നിങ്ങൾ തമ്മിൽ എന്നെ തീർത്തിട്ട് എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി, എന്നോടുള്ളതൊക്കെ ഒരുവിധം ഞാൻ പുറത്തുതരാം. അള്ളാഹുവിന്റെ നിലപാട് അതാണെന്ന് ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫ 8-ാം വള്ളത്തിൽ പറയുന്നുണ്ട്.